പറയും പോലെയാണ് വി ഡി സതീശൻ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം അഭിലാഷേ. അപ്പൊ ഞങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ ഞങ്ങളാ തീരുമാനിക്കണമെന്നാണല്ലോ നിയാസ് പറയണേ. നിയാസിന്റെ അടിയിൽ നിങ്ങൾ എന്നിട്ട് എഴുതി വെച്ചിരിക്കണേ KPCC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കരച്ചിൽ എന്താണ്? BJP പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് സാറേ നിങ്ങൾ അവിടെ KPCC എന്നൊരു ഓഫീസ് ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മറ്റ് മന്ത്രിമാരുള്ളത്? ഇറങ്ങി പോകാൻ പറയുന്നവരോട് ഞങ്ങൾ പറയുന്നതാണ് അവിടെ നടക്കുന്നതെങ്കിൽ. സൂപ്പർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള നിയമനം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് പോലെയോ പ്ലീഡർമാരുടെ ആളുകളെ തീരുമാനിക്കുന്നത് പോലെയോ ഒരു രാഷ്ട്രീയ തീരുമാനമായി എടുത്ത് സംഘടനാ ബന്ധമുള്ള ഒരാളെ നിയമിക്കുന്ന പ്രക്രിയ അല്ലല്ലോ. അതിനകത്ത് രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാണിച്ച് ഒരു പോരാട്ടത്തിന് ഇറങ്ങേണ്ട കാര്യം എന്താണ്? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. രാഷ്ട്രീയ ബന്ധമുള്ള ആളെ, രാഷ്ട്രീയമായി അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ നിയമിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നല്ല ഉദ്യോഗസ്ഥനായി. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് അല്ല, ഇദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഉദ്യോഗസ്ഥൻ. ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള പദവി വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നോ? അല്ലല്ലോ. അല്ലടാ ആണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി വന്നാൽ, കഴിഞ്ഞ തവണ ഷാജഹാൻ വന്നപ്പോൾ 941 പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ അശാസ്ത്രീയമായി ഒരു നിയമപരമായിട്ടുള്ള ഒന്നും വകവെക്കാതെ അശാസ്ത്രീയമായി വെട്ടിമുറിക്കപ്പെട്ടു. എൻ്റെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വാർഡിൽ 10,400 പേരും ഒരു വാർഡിൽ 800 പേരുമാണ്. 800 പേരുള്ള വാർഡിൽ നിന്നും BJPക്ക് ജയിക്കാൻ ഇടയായി. അങ്ങനെ അശാസ്ത്രീയമായി ഒരു വാർഡ് വിഭജനം ഉണ്ടാക്കുകയും ആ വാർഡ് വിഭജനത്തിനെ കുറിച്ച് ജുഡീഷ്യസായി അന്തിമ തീരുമാനമെടുക്കേണ്ട ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തികച്ചും ഏകപക്ഷമായി 99% കേസുകളിലും തികച്ചും ഏകപക്ഷീയമായി യാതൊരു നീതിബോധവും ഇല്ലാതെ അദ്ദേഹം തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഹൈക്കോടതിക്ക് പോലും ബൈൻഡിംഗായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നിയമം. അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് നഷ്ടപ്പെടാനിടയായത്. തിരുവനന്തപുരത്ത് BJPക്ക് 50 സീറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഞങ്ങളും പറയുന്നത് അതങ്ങനെയാണ്. ഇദ്ദേഹത്തെ എനിക്കറിയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജനിച്ചു വളർന്നത്, ഞാൻ കൗൺസിലറായിരുന്ന ചാലപ്പുറത്തെ നമ്മുടെ തളിയിൽ പ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം അവിടെയാണ്. അദ്ദേഹം അവിടെ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതും ഞങ്ങൾ ഒന്നിച്ചാണ്. കോളേജിൽ അദ്ദേഹവും ഞാനും ഒന്നിച്ച് ഒരേ ബാച്ചിൽ ജൂനിയർ സീനിയറായി പഠിച്ച ആൾക്കാരാണ്. അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസറായി നിൽക്കുന്ന കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലമായി ജുഡീഷ്യൽ ഓഫീസർമാർക്കിടയിലുള്ള സംഘപരിവാർ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ലഭിക്കുകയും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം എന്തിനാണ് ലക്ഷദ്വീപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്? അന്നത്തെ ലക്ഷദ്വീപിൽ BJPയുടെ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ ജഡ്ജിയായി അവിടെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു നിങ്ങൾ പരിശോധിക്കണം. ഇനി ഒക്കെ പോട്ടെ, അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്തില്ല. അദ്ദേഹം ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്. എനിക്കൊരു ഒന്നും മറക്കാനില്ലെങ്കിൽ എനിക്കൊരു നിയമനം കിട്ടിയ അന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടുകളും, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, അതേപോലെ പിന്നെ ഇൻസ്റ്റഗ്രാം എല്ലാം അപ്രത്യക്ഷമാകുകയാണ് ഒരു ദിവസം. ഞാൻ ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അപ്രത്യക്ഷമായ എല്ലാ അതും റിട്രീവ് ചെയ്ത് അത് പരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാം. ഞങ്ങൾ തെറ്റ് തിരുത്തി. സ്പെഷ്യൽ കുമാർ N. ശേഷാദ്രിനാഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവണം എന്നുള്ളത് BJPയുടെ നിർബന്ധ ബുദ്ധിയാണ് എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ പറയുന്നു. ആ തീരുമാനം എടുത്തത് കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭയാണ്. ഇതെന്ത് കൂത്താണെന്ന് സ്വാഭാവികമായിട്ടും കാണുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ഈ കാര്യത്തിൽ നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ? അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യപ്രകാരമാണെന്നോ അതിൽ ദുരൂഹതയുണ്ടെന്നോ ഉള്ള ആരോപണം നിങ്ങൾക്കുണ്ടോ? ഏതായാലും അദ്ദേഹം പറഞ്ഞല്ലോ, BJPയുടെ ഇംഗിതം കോൺഗ്രസിന്റെ മന്ത്രിസഭ UDFന്റെ മന്ത്രിസഭ നടപ്പാക്കി. പണ്ട് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് 30 സീറ്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് 30 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും കേരളത്തിൽ 3 സീറ്റുള്ള BJP കേരളം ഭരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എങ്ങനെയാണ്
BJPയുടെ ഇംഗിതം UDFന്റെ മന്ത്രിസഭയിലൂടെ നടപ്പാക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഇപ്പൊ ഈ ശേഷാദ്രിനാഥിന്റെ പേര് വന്നത്? ഇപ്പൊ ഇവിടെ പറയുന്നു ലീഗല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പല്ല. ശ്രീ PM നിയാസിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്താൽ ഏതായാലും ഈ പേര് വന്നത് കോൺഗ്രസിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാ വന്നത്? അത് ഗവർണറിൽ നിന്നാണോ? BJP ഗവർണറിലൂടെ കൊണ്ടുവന്നതാണോ? അതോ BJP ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണോ? ഇത് കൃത്യമായിട്ട് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ഈ കേരളത്തിൽ BJPയുടെ ഐശ്വര്യമായി ശ്രീ VD സതീശൻ മാറിയിരിക്കുന്നു, അതോ കേരളത്തിലെ ശരിക്കും കോൺഗ്രസിന്റെ ഐശ്വര്യമായിട്ട് ശ്രീ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു? ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ വിജയിപ്പിച്ചത് UDFനെ ആണെങ്കിലും ഭരിക്കുന്നത് BJP ആണ്. ഉല്ലാസ് ബാബു 3 MLA-മാരേ ഉള്ളൂ BJPക്ക്. ഇവിടെ ഇപ്പൊ ആരോപണം BJP ആണ് സ്ഥാനങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നാണ്. BJPയുടെ നിർബന്ധ ബുദ്ധിയാണ് N. ശേഷാദ്രിനാഥന്റെ സ്ഥാനലബ്ധിക്ക് പിന്നിൽ എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. അപ്പോൾ അഭിലാഷ്, ഇപ്പോൾ PM നിയാസ് പറഞ്ഞു കേട്ടാൽ തോന്നും 3 MLA-മാരുള്ള ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത് എന്ന്. നിയാസ് നല്ല കാര്യം, ഞങ്ങൾക്കാണ് ഇതെല്ലാം തീരുമാനിക്കാൻ സാധിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതൊന്നുമില്ലെന്ന് കേരളത്തിലെ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. നിയാസിനെ സംബന്ധിച്ചിടത്തോളം സതീശനെ താഴെ ഇറക്കാനായിട്ട് അവരുടെ ഈ ഗ്രൂപ്പ് കളിയാണ് അതിനകത്ത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചക്കുളത്തിപ്പോര് കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന ഈ രാഷ്ട്രീയം, അതിൻ്റെ പുറകിൽ നിയാസ് നേരിട്ട് വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് കലക്കണമെന്നല്ല. നിയാസിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിയാസിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്ന സമയത്ത് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഒന്നുകിൽ നിയാസിന് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമുണ്ട്, അല്ലെങ്കിൽ VD സതീശനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഫോക്കസിൻ്റെ ഭാഗമായിട്ട് നിയാസ് ഒരു ടൂൾ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ക്യാബിനറ്റിനെ മുന്നിൽ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആ ക്യാബിനറ്റിൽ എല്ലാ മന്ത്രിമാരും, പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഇവരുടെ ഘടകകക്ഷികളായിട്ട് എല്ലാ മന്ത്രിമാരും ഇരിക്കുന്നു. ആ മന്ത്രിമാരിരിക്കുന്ന ക്യാബിനറ്റിനകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ കേരള സർക്കാർ നടപ്പിലാക്കുന്നു. അതിന് PM നിയാസിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി എടുത്ത ഡിസിഷന് BJPയുടെ അഞ്ചത്തൊക്കെ എന്തിനാ കയറുന്നത്? BJPക്ക് എന്താ ഇതിനകത്ത് റോള്? ഇനി BJP പറയും പോലെയാണ് BD സതീശൻ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം അഭിലാഷേ. അപ്പം ഞങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ ഞങ്ങളാ തീരുമാനിക്കണമെന്നാണല്ലോ നിയാസ് പറയണേ. നിയാസിന്റെ അടിയിൽ നിങ്ങൾ എന്നിട്ട് എഴുതി വെച്ചിരിക്കണേ KPCC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കരച്ചിൽ എന്താണ്? BJP പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് സാറേ നിങ്ങൾ അവിടെ KPCC എന്നൊരു ഓഫീസുള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉള്ളത്? എന്തിനാണ് സാറേ നിങ്ങളുടെ മറ്റ് മന്ത്രിമാരുള്ളത്? ഇറങ്ങി പോകാൻ പറയുന്നവരോട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ആരോഗ്യ മേഖലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരന്റെ അന്നപ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ആ പ്രശ്നങ്ങളൊന്നും നിയാസിനൊരു വിഷയമല്ല. നിയാസിനെ സംബന്ധിച്ച് ആകെ ഒരു വിഷയം ശേഷാദ്രിനെ വെച്ചു. ശേഷാദ്രിയുടെ ഫേസ്ബുക്ക് കാണാനില്ല, ശേഷാദ്രിയുടെ ഇൻസ്റ്റാഗ്രാം കാണാനില്ല, ശേഷാദ്രിയുടെ മറ്റേ ബോട്ടിമ് കാണാനില്ല, സിഗ്നൽ കാണാനില്ല. നിയാസ് അതും തപ്പി നടക്കുക. നിയാസേ, നിങ്ങൾ അതും തപ്പി നടന്ന KPCC ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കോ? ജനങ്ങളെ ബാധിക്കുന്ന വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് നിലവിൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടത് മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട്. നാണംകെട്ട പരിപാടിയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടത്തണോ? ഇവരുടെ ഗ്രൂപ്പ് കളിക്ക് നിന്ന് കൊടുക്കാനുള്ളതാണോ ഇതൊക്കെ? നിർത്തി അവമാനിക്കുവാണെന്ന്. ഉല്ലാസ് ബാബുവിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഉല്ലാസ് ബാബുവിന് തിരിച്ചു പറഞ്ഞാൽ ഉല്ലാസ് ബാബുവിന് ജീവൻ ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉല്ലാസിന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുഖ്യമന്ത്രി അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സർക്കാർ രൂപീകരിച്ചിട്ട് ആ സർക്കാരിനെ മലർത്തി തുപ്പുന്നവരല്ലേ നിങ്ങൾ? എന്ത് രാഷ്ട്രീയമാണ്? അവിടെ ഒന്നും വെച്ചേക്കല്ലേ. ഒരു ചോദ്യം സാർ, ഒരൊറ്റ ചോദ്യം. ബഹുമാനായിട്ടുള്ള നിയാസ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ഇന്ന് കൊടുത്ത KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ KPCC പ്രസിഡന്റ് കേരളത്തിലെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ സർക്കാർ എടുത്ത തീരുമാനത്തിൽ KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നോ? പറ.
അപ്പൊ നിങ്ങൾ ആ പരാതി എവിടെയാ കൊണ്ടുകൊടുത്തേ? എന്റെ കത്ത് ഞാൻ അന്ന് പറഞ്ഞു, ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താങ്കൾ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് ഏറ്റവും വേദനാജനകമാണ് എന്നാണ് എന്റെ കത്തിൽ ഞാൻ എഴുതിയത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കുമാർ, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉരുൾപൊട്ടലുണ്ട്, ഓരോ വിഷയം കിട്ടാൻ കാത്തിരിക്കുന്നത് മാതിരിയുള്ള അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് അവരുടെ കാര്യം. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്ന പൊസിഷനാണ്. ആ പൊസിഷൻ തീരുമാനിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാവണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കേണ്ട കാര്യമുണ്ടോ? അത് ശ്രീ PM നിയാസ് പറഞ്ഞില്ലേ, BJPയുടെ ഇംഗിതമാണ് കോൺഗ്രസ് മന്ത്രിസഭ നടപ്പാക്കിയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതേ ചർച്ചയിൽ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുകയാ. താങ്കൾ അറിഞ്ഞോ, ഈ തിരുവനന്തപുരം നെയ്യാറ് KPCCയുടെ പ്രത്യേകമായിട്ടുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടില് RSSന്റെ ശിബിരം സംഘടിപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ചിരുന്നാ പഠിച്ചേ. അതുകൊണ്ടാണ് കാർഷിക സർവകലാശാലയുടെ VC ആയിട്ട് നിങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ നിന്നുള്ള 3 പേരെ ഒഴിവാക്കി RSSകാരിയെ നിയമിച്ചപ്പോ ഒരക്ഷരം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. താങ്കൾ അറിഞ്ഞോ? അതേപോലെ ഇവിടെ പറഞ്ഞല്ലോ, MG സർവകലാശാലയുടെ VC, അതുപോലെ 19 അംഗ സെനറ്റിലേക്ക് 27 പേരിൽ 19 പേരെയും RSSകാരെ തിരികെ കയറ്റിയത് ഒരക്ഷരം പറയുന്നില്ല. എങ്ങനെ പറയും? ശിബിരത്തിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുക. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ RSSന്റെ ശിബിരം നടക്കുന്നു, ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് BJPയുടെ ഇംഗിതമാണ് മന്ത്രിസഭ നടപ്പാക്കിയത്. അരുൺകുമാർ കലക്കണ കലക്ക് കേട്ടു. അരുൺകുമാറെ പിടിച്ച കൊടിയുടെ പേരിൽ, ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സിൻഡിക്കേറ്റ് മെമ്പറായി ഇരുന്നിട്ടാണ് താങ്കൾ ഈ ചരിത്ര പ്രസംഗം കലക്കണത് എന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം അഭിലാഷേ, ഈ നിയാസിന്റെ ഒരു വാദം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ച ഒരു വ്യക്തിയെ ഇലക്ഷൻ കമ്മീഷൻ ആക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നോ? അതാണോ നിയാസിന്റെ വാദം? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന ആളുകളെ വെക്കുന്നില്ല എന്ന് നിങ്ങളവിടെ വാദം വെക്കുമ്പോ അപ്പുറത്തെ വ്യക്തികളുടെ രാഷ്ട്രീയം തേടിപ്പോകുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന നിലപാട് കുറവ് എന്ന് കൃത്യമായി പറയുന്നത്. ജനങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നതല്ല എന്നും പറയുന്നത്. കലക്കി പറഞ്ഞാ പോലെ കലക്കി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.